ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഫ്രൈഡ് ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഐസ്ക്രീം ആവശ്യത്തിന്, ഫ്രഷ് മിൽക്ക് 1 കപ്പ്, ബ്രെഡ് സ്ലൈസസ് 10 എണ്ണം, ബ്രെഡ് ക്രംസ് 1/2 കപ്പ്, മുട്ട 1 എണ്ണം. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ബ്രെഡിന്റെ 4 സൈഡും നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ പിന്നീട് അത് ഉരുട്ടിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൈഡ് ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് പാലെടുത്ത് വെക്കാം. ഈ പാലിലേക്ക് നമുക്ക് 1 സ്ലൈസ് ബ്രെഡ് എടുത്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം കൈവെള്ളയിൽ വെച്ച് എക്സ്ട്രാ പാല് പിഴിഞ്ഞു കളയണം. 1 സ്ലൈസ് ബ്രെഡ് മുക്കിയെടുത്താൽ മതി, മറ്റേ സ്ലൈസ് ബ്രെഡ് മുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഐസ്ക്രീം എടുത്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ മാംഗോ ഫ്ലേവർ ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറും എടുക്കാം. ഇനി നമുക്ക് പാലിൽ മുക്കിയെടുക്കാത്ത ബ്രെഡ് എടുത്ത് വെക്കാം. ആദ്യം ഈ മുക്കിയെടുക്കാത്ത ബ്രെഡിൽ നമുക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് ഉരുട്ടി ബോൾ രൂപത്തിലാക്കി എടുക്കണം. ഇനി നമുക്ക് നേരത്തെ പാലിൽ മുക്കിയെടുത്ത ബ്രെഡ് സ്ലൈസ് എടുത്ത് ഇതിനുള്ളിൽ ഈ ഉരുട്ടിയെടുത്ത കൂട്ട് ഇതിലേക്ക് വെച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇത് ഉരുട്ടിയെടുത്ത് ബോൾ രൂപത്തിലാക്കി എടുക്കണം. പാലിൽ മുക്കിയെടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നന്നായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കണം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പാലിൽ 1 സ്ലൈസ് ബ്രെഡേ മുക്കാൻ പാടുള്ളൂ. ഇതുപോലെ മുക്കിയെടുക്കുക, പിഴിയുക. ഇനി പാലിൽ മുക്കാത്ത ബ്രെഡിൽ നമുക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീം വെച്ചു കൊടുക്കാം. നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഉരുട്ടി മാറ്റണം, ബോൾ രൂപത്തിലാക്കി എടുക്കണം. അതിനുശേഷം നേരത്തെ പാലിൽ മുക്കിയെടുത്ത ബ്രെഡ് എടുത്ത് ഇതിലേക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ബോൾ ഇതിലേക്ക് ഉരുട്ടി വീണ്ടും ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാനിവിടെ അതേ രീതിയിൽ തന്നെ 5 ബോൾസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റണം. 1 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കണം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് 1 എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് ആദ്യം 1 ബോൾ ഇട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിവിടെ 5 എഗ്ഗിലേക്കും ബ്രെഡ് ക്രംസിലേക്കും നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വിരിച്ച് അതിന് മുകളിലായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഇത് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കണം. ഓവർനൈറ്റ് ഇപ്പോൾ ഫ്രീസറിൽ വെച്ചെടുത്തതാണിത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഫ്രൈഡ് ഐസ്ക്രീം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.